ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മനൂഫ്. മക്കളെയാണ് നമ്മൾ നടക്കാൻ പോണത് 9ാം ക്ലാസ് ഇംഗ്ലീഷിലെ നത്തിങ് ടോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി കവിതയാണ്. ഈ കവിത എഴുതിയിരിക്കുന്നത് വിസ്ലോവ സിംബോൾസ്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെണ്ണുപിള്ളയാണ്. നമ്മുടെ പോളിഷുകാരിയാണ് കേട്ടോ. പോളിഷുകാരി എന്ന് പറഞ്ഞാൽ പോളിഷ് ചെയ്യുന്ന ആളല്ല, പോളണ്ടുകാരിയാണ്. അതുകൊണ്ടാണ് ഈ ജാതി പേര്, വല്ലാത്ത ജാതി പേര് അല്ലേ. എന്തെങ്കിലും ആയിക്കോട്ടെ മക്കളെ, എന്തായാലും ഈ ഒരു കവിത നിങ്ങൾക്ക് അടിപൊളി ഒരു മെസ്സേജ് നൽകുന്നുണ്ട്. അതെന്താണെന്നല്ലേ, അതൊക്കെ നമ്മൾ പറഞ്ഞുതരാം. ഇന്നലെ നിങ്ങൾ ഈ പേര് നോക്കിയാൽ നത്തിങ് ടോയ്സ്, ഒന്നും രണ്ട് തവണ ഇല്ല എന്നാ പറഞ്ഞത് അല്ലേ. ഒന്നുമില്ല, നത്തിങ് എന്ന് പറഞ്ഞാൽ ഇല്ല എന്നല്ലേ, ടോയ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് തവണ അല്ലേ. അപ്പം ഒന്നും രണ്ട് തവണ ഇല്ല. ഇത് തന്നെയാണ് ഈ കവിതയുടെ പ്രധാനപ്പെട്ട മെസ്സേജ്. കാരണം നമുക്കറിയാം, നമ്മുടെ ഈ ലോകത്ത് നമ്മൾ ഒരുപാട് മനുഷ്യന്മാർ ജീവിക്കുന്നു, മരിക്കുന്നു അല്ലേ. നമ്മളൊക്കെ ജീവിക്കുന്നു, ഇനി നമ്മളൊക്കെ ഇവിടുന്ന് എന്ത് ചെയ്യും, മരിക്കും അല്ലേ. സോ ഇതിനിടക്ക് നമ്മൾ ചിന്തിക്കാതെ പോകുന്ന, നമ്മളെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇല്ല, പലരും ചിന്തിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് എന്ത്, നമ്മുടെ ഓരോ നിമിഷവും അല്ലേ. അതായത് നമ്മൾ ചിലവാക്കുന്ന ഓരോ നിമിഷവും എത്രത്തോളം പ്രഷ്യസ് ആണ്, എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇല്ലല്ലേ. ഞാനും പലപ്പോഴും ചിന്തിക്കാറില്ല, പക്ഷെ നമ്മളൊക്കെ ചിന്തിക്കണം. കാരണം എന്താ അറിയോ, എ ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ലോസ്റ്റ് മൊമെന്റ്സ് നെവർ റിട്ടേൺസ് എന്നാണ് പറഞ്ഞത് അല്ലേ. അതായത് ഒരു നഷ്ടപ്പെട്ട നിമിഷവും നഷ്ടപ്പെട്ട അവസരങ്ങളും ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാൻ പോണില്ലടാ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ജിയോ ജി ബർക്കെ, അങ്ങനെയാടാ നമ്മുടെ ഹിന്ദിയിലെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഉള്ള സമയം അടിച്ചു പൊളിച്ച് ജീവിക്കണം. അങ്ങനെയാടാ നമ്മൾ പാസ്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചോ ഒന്നും വേവലാതിപ്പെടാതെ പ്രസന്റിൽ എന്താണോ നമുക്ക് കിട്ടുന്നത് അതിനെ അടിച്ചു പൊളിച്ച് ജീവിക്കണം. ഇതാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത് കവി നമുക്ക് തരുന്ന ഒരു സന്ദേശം, ഒരു മെസ്സേജ്. ഓക്കെ, അതായത് ഈ ലോകത്ത് ഒരു കാര്യവും രണ്ട് തവണ നടക്കാൻ പോകുന്നില്ല എന്നാ പറഞ്ഞത്. അതും രണ്ട് തവണ ചുമ്മാ നടക്കാൻ പോകില്ല, ഒരുപോലെ നടക്കാൻ പോകുന്നില്ല എന്നാ പറഞ്ഞത്. ഈവൻ ഒരു ദിവസം പോലും മറ്റൊരു ദിവസത്തിന്റെ ഫോട്ടോ കോപ്പി ആയിട്ട് വരില്ല എന്നാണ് നമ്മുടെ ഈ ഒരു കവി ഈ കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ഒരു കാര്യം വ്യക്തമാക്കി തരാനായിട്ട് സാർ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ തരാം. നിങ്ങളിങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ ഒരു വലിയൊരു കുഴി ഉണ്ടെന്ന് വിചാരിക്കും. നിങ്ങൾ ആ കുഴി കണ്ടില്ല, നിങ്ങൾ അറിയാതെ ആ കുഴിയിൽ വീണുപോയി, എന്നിട്ട് നിങ്ങളുടെ കാലൊടിഞ്ഞു. ഓക്കെ പോട്ടെ, കൈയും കാലും ഒടിഞ്ഞു അല്ല, അങ്ങനെ ആകുമ്പോഴല്ലേ ഒരു വെറൈറ്റി ഉള്ളൂ, എന്തെങ്കിലുമൊക്കെ രസം വേണം അല്ലേ. അപ്പോൾ രണ്ട് കൈയും രണ്ട് കാലും ഒടിഞ്ഞിട്ട് മക്കൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ തൂങ്ങിക്കിടക്കുകയാണ്. അന്നേരം മക്കൾ ചിന്തിക്കുകയാണെന്ത്, അയ്യോ ആ കുഴി ഞാൻ മേലോട്ട് നോക്കി നടന്നുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ മൊബൈലിൽ നോക്കി നടന്നുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കാമുകനെ അല്ലെങ്കിൽ കാമുകിനെ ഓർത്ത് നടന്നുകൊണ്ടല്ലേ ഞാൻ ആ കുണ്ടിൽ വീണത്. അല്ലെങ്കിൽ എനിക്ക് ആ കുണ്ടിൽ വീഴില്ലായിരുന്നു, കുണ്ടിൽ വീണിട്ടില്ലെങ്കിൽ എന്താണ്, എനിക്ക് ഈ കയ്യും കാലും ഒടിയില്ലായിരുന്നു. അപ്പോൾ ഒരവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആ ചെങ്ങായിനെ ആലോചിച്ച് നടക്കൂലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ആ കുന്ത്രാണ്ടം പിടിച്ചിട്ട് നടക്കൂലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ മേപ്പോട്ട് നോക്കി നടക്കൂലായിരുന്നു എന്നിങ്ങനെ ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരവസരം നിങ്ങൾക്ക് കിട്ടുമോ? ഇല്ല. ആ അവസരം കഴിഞ്ഞു അല്ലേ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അതായത് നമുക്ക് ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്യാൻ ഒരു ചാൻസേ കിട്ടുള്ളൂ, അതേപോലത്തെ ഒരു ചാൻസ് പിന്നെ കിട്ടൂല. അപ്പം എന്ത് ചെയ്യണം, കിട്ടുന്ന അവസരങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തണം. കിട്ടിയില്ലേ മക്കളെ? അപ്പം നമുക്ക് ഈ കവിത എങ്ങനെയുണ്ട്, എന്താണ് ഈ കവിതയുടെ സ്ട്രക്ചർ, എന്തൊക്കെയാണ് നമ്മുടെ കവി തൻ്റെ ആശയം വെളിപ്പെടുത്താൻ വേണ്ടി നമ്മളോട് പറഞ്ഞത് എന്നൊക്കെ കേൾക്കണ്ടേ? എന്നാ പിന്നെ എൻ്റെ കൂടെ പോകുന്നില്ല മക്കളെ. ഈ കവിതയുടെ ടോപ്പിലായിട്ട് ഇങ്ങനെ ഒരു പിക്ചർ നിങ്ങൾ കണ്ടില്ലേ അല്ലേ? എന്താ ഈ പിക്ചറിൽ കാണുന്നത്? രണ്ട് പൂമ്പാറ്റകൾ ഇങ്ങനെ പറന്നു പോകുന്നതാ. രണ്ട് പൂമ്പാറ്റല്ല, മുന്നിൽ വേറൊരുത്തരും കൂടി ഉണ്ട്, മൂന്നാൾക്കാരല്ലേ. ഇവന്മാർ മൂന്നാളും കൂടി ഇങ്ങനെ പറന്നു പോകുന്ന നിങ്ങൾക്ക് തോന്നുന്നേ. എന്നാൽ ഇത് പൂമ്പാറ്റകളൊന്നല്ല കേട്ടോ, ഇത് പുറത്ത് ക്ലോക്ക് കെട്ടി വെച്ചുകൊണ്ട് പൂമ്പാറ്റകൾ പറക്കല്ല, ഇത് സമയമാണ് അല്ലേ. സമയം ചിറകുള്ള പക്ഷിയെ പോലെയാണ് എന്നാണ് നമ്മുടെ ചിത്രകാരൻ ഇവിടെ ഭാവന ചെയ്യുന്നത്. അതാരെയും കാത്തു നിൽക്കാതെ ഇങ്ങനെ വിസ്മൃതിയുടെ ചക്രവാളങ്ങളിലേക്ക് അകന്നു പോകും. അത് പണ്ട് ഓട്ടോഗ്രാഫിൽ ഒരു പെൺകുട്ടി എഴുതി തന്നതിന് എന്ത്, കാലന്മാരെയും കാത്തു നിൽക്കാതെ വിസ്മൃതിയുടെ ചക്രവാളങ്ങളിലേക്ക് അകന്നു പോകുമ്പോൾ എന്നെ മറക്കരുത് എന്ന്. എന്താ ചെയ്യുക, ആ പെണ്ണ് ഇപ്പോൾ എവിടെയാണോ വന്ന് കണ്ടതാ, പിന്നെ കണ്ടിട്ടില്ല. അതെന്തെങ്കിലും നമുക്ക് മാറ്ററിലേക്ക് വരാം. അപ്പൊ എന്തായാലും മക്കളെ, ഇതാണ് സംഭവം. ഇതന്നെയാണ് നമ്മുടെ കവിതയിലും പറയുന്നത്. സമയം ആരെയും കാത്തുക്കൂലടാ, നമ്മൾ എന്ത് ചെയ്യണം, ഉള്ള സമയം പരമാവധി പ്രയോജനപ്പെടുത്തണം അല്ലേ. അപ്പൊ നമുക്ക് ഏതായാലും കവിതയിലേക്ക് വരാം. ഇവിടെ ശ്രദ്ധിക്കും മക്കളെ, ഈ കവിതയുടെ സ്ട്രക്ചറാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാൻ പോണത്. ഈ കവിതക്ക് മൊത്തം 7 സ്റ്റാൻസകൾ ഉണ്ട്. സ്റ്റാൻസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവിതയുടെ പാരഗ്രാഫ് അല്ലേ. ഈ 7 സ്റ്റാൻസകൾക്കും ഒരു പ്രത്യേകത ഉണ്ട്. എന്താ മക്കളെ പ്രത്യേകത അറിയോ? ഓരോ സ്റ്റാൻസയിലും 4 വരികൾ വീതമല്ലാണ് ഉള്ളത് അല്ലേ. നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ, 4 വരികൾ വീതമാണ്. ഇങ്ങനെ 4 വരികൾ വീതമുള്ള കവിതകൾക്ക് അല്ലെങ്കിൽ സ്റ്റാൻസകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ക്വാട്രൈൻസ്. എന്താ പറയാ? ക്വാട്രൈൻസ് കേട്ടോ. അപ്പൊ നമുക്ക് പറയാം, ദിസ് പോയം ഈസ് റിട്ടൺ ആസ് 7 ക്വാട്രൈൻസ് അല്ലേ. 7 ക്വാട്രൈൻസ് ആയിട്ടാണ് എന്ത് ചെയ്തത്, ഈ ഒരു കവിത എഴുതപ്പെട്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇത് നിങ്ങൾക്ക് അപ്രീസിയേഷനിലേക്ക് ഉൾപ്പെടുത്താം കേട്ടോ. ലാസ്റ്റിൽ കവിതയുടെ സ്ട്രക്ചർ ഒക്കെ കൊടുക്കണം, ആ സമയത്ത് ഉൾപ്പെടുത്താം. ഇനി അതേപോലെ തന്നെ നമുക്ക് നോക്കാം, ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ഇവിടെ ഏതെങ്കിലും ഈ കവിതയിൽ എവിടെയെങ്കിലും വല്ല റൈം സ്കീമോ റൈം വേർഡ്സുകളോ നമ്മുടെ കവി ഉപയോഗിച്ചിരിക്കുന്നു അല്ലേ. അതായത് റൈം സ്കീമുകളൊന്നും കൃത്യമായിട്ടില്ലെങ്കിൽ നമുക്ക് ആ കവിതയെ ഫ്രീ വേഴ്സ് സ്റ്റൈൽ എന്ന് പറയാം അല്ലേ. അപ്പൊ ഈ കവിത ഫ്രീ വേഴ്സ് സ്റ്റൈലാണോ അത് കൃത്യമായിട്ട് എന്തെങ്കിലും റൈം സ്കീമുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. റൈം സ്കീം ഒക്കെ എന്താണെന്ന് കൂട്ടുകാർക്ക് അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും നമുക്കൊന്ന് നോക്കാം. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന്
ഒന്ന് മനസ്സിലാക്കി കേട്ടോ. സോ ഈ കവിത നമുക്ക് റൈം സ്കീം ഒക്കെ നോക്കുമ്പോൾ നമ്മൾ ഓരോ വരിയിലെയും എന്ത് ചെയ്യണം, ഒരു സ്റ്റാൻസ് എടുക്കുക. അപ്പൊ ഫസ്റ്റ് സ്റ്റാൻസ് എടുത്തു. ഈ ഫസ്റ്റ് സ്റ്റാൻസയിലെ ആദ്യത്തെ വരിയിലെ ലാസ്റ്റ് വാക്ക് ഏതാ? ട്വൈസ്. ട്വൈസ് എന്നല്ലേ വാക്ക്? ആ വാക്ക് നമ്മളൊന്ന് ഉച്ചരിച്ച് നോക്കുന്ന ട്വൈസ് അല്ലേ? അപ്പൊ ഈ വാക്ക് ഞാനൊന്ന് കളർന്ന് മാറ്റിക്കാട്ടോ, ഒറ്റ മിനിറ്റ്. ഓക്കെ, ഈ ട്വൈസ് എന്നുള്ള വാക്കിന്റെ അവസാനത്തെ സൗണ്ട് എങ്ങനെ വരുന്നത്? ഐസ് അല്ലേ? അല്ലേ? ട്വൈസ് 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 ഐസ് 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 അല്ലേ? ആ ഓക്കെ, അപ്പോൾ ഐസ് ഇതല്ലേ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് വിചാരിച്ചാൽ ഇതിന് നമ്മൾ എ എന്ന് പേരെടുക്കാം. ഇപ്പുറത്തേതാ. ഓക്കെ, ഇതിന് നമ്മൾ എന്ത് പേരെടുത്തു? എ എന്ന് പേരെടുത്തു. ഇനി നമ്മൾ അടുത്തത് രണ്ടാമത്തെ വരി എടുക്കുക. ഇതിലെ ലാസ്റ്റ് വാക്ക് ഈസ് എന്നല്ലേ, അല്ലെങ്കിൽ ഫാക്ടീസ് അല്ലേ? ആ ഈസ് എടുത്താലും മതി. ഓക്കെ, ലാസ്റ്റ് വാക്കല്ലേ ഈസ് എന്നെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം അതിന്റെ ലാസ്റ്റ് സൗണ്ട് എങ്ങനെ വരുന്നത്? ഈസ്. ഈസ് തന്നെയല്ലേ വരുന്നത് അതിന്റെ സൗണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ ഇരുന്നു ഈസ്. ഈ ഈസും ഐസും ഒരേപോലെയാണോ? അല്ല. അപ്പൊ നമ്മൾ രണ്ടാമത്തേന് എന്ത് പേരെടുക്കുന്നു? ബി എന്ന് കൊടുക്കുന്നു. അടുത്ത ലെറ്റർ ഏതാണ്? ബി അല്ലേ? എ കഴിഞ്ഞാൽ ബി അല്ലേ? അപ്പൊ എയുടെ അതേ സൗണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുക? ബി കൊടുക്കുക. ഇനി മൂന്നാമത്തത് ഇംപ്രവൈസ്ഡ് എന്നുള്ള വാക്കല്ലേ? ഇംപ്രവൈസ്ഡ്. ഇതിന്റെ ലാസ്റ്റ് എന്താ? സിഡ്. സിഡ് എന്താണ് അല്ലേ? ഒരു പാവം സുഡുമോൻ. ഓക്കെ, സിഡ്. അപ്പൊ സിഡ് എന്നുള്ളത് ഈ കൂട്ടത്തിൽ ആരോടെങ്കിലും ബന്ധമുണ്ടോ? ആരോടും ബന്ധമില്ല, പാവം കുഞ്ഞുമോനാണ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് സി എന്ന് പേരിടുന്നു. പുതിയ ആള് ABC അല്ലേ? ഇനി ഈ കൂട്ടത്തിൽ പെടുന്ന ആളാണോ നാലാമനൊന്നും നോക്കാം. നാലാമത്തവൻ ഏതാ? പ്രാക്ടീസ്. പ്രാക്ടീസ്. ലാസ്റ്റ് ഏതാ? ഈസ്. ആ ബെസ്റ്റ്. എവിടെ ഉണ്ട്? ഇതാ ഫാക്ടീസ്, പ്രാക്ടീസ്. കറക്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് എന്താണ് ഇവിടെയും ഈസ് ആയതുകൊണ്ട് നമുക്ക് ഈ ആൾക്ക് ഇതാ ബി അല്ലേ? ബിയുടെ അതേ സൗണ്ട് അല്ലേ? ഫാക്ടീസ്, പ്രാക്ടീസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനും ഇതേ പേരിടുന്നു. സോ ഫസ്റ്റ് സ്റ്റാൻസയിൽ തന്നെ നമുക്ക് ഒരു റൈം സ്കീം കൃത്യമായിട്ട് കിട്ടി. ഏതാണ്? A B C B. കിട്ടിയല്ലോ മക്കളെ? അപ്പം ഇതാണ് ഫസ്റ്റ് സ്റ്റാൻസയുടെ റൈം സ്കീം. ഇനി നമുക്ക് ഇതേ റൈം സ്കീം തന്നെയാണോ അടുത്ത സ്റ്റാൻസയിൽ ആവർത്തിച്ചിരിക്കുന്നത് നോക്കാം. ചില ആളുകൾ, ചില കവികൾ എങ്ങനെയാണ് കവിതയിൽ മൊത്തം ഒരേ റൈം സ്കീം ആയിരിക്കും ഫോളോ ചെയ്യുക. ചിലർ പിന്നെ ഓരോ എന്ത് ചെയ്യും, ഒരു തലിമാരും ഇല്ലാതെ എന്ത് ചെയ്യും, ഓരോ സ്റ്റാൻസക്കും ഓരോ തരത്തിലുള്ള റൈം സ്കീം ആവും. ചിലപ്പോൾ ചില സ്റ്റാൻസയിൽ റൈം സ്കീം ഉണ്ടാവും, ചില സ്റ്റാൻസയിൽ അത് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ കവിതയിലെ അടുത്തൊരു സ്റ്റാൻസ് കൂടി നമുക്ക് നോക്കാം. എങ്ങനെയാ? അടുത്തതിലെ ലാസ്റ്റ് വാക്ക് ഡംബർ എന്നല്ലടാ അല്ലെ? ഡംബർ എന്നുള്ള വാക്കിന്റെ അവസാനത്തെ പ്രൊണൗൺസിയേഷൻ ഉച്ചാരണം എങ്ങനെ വരുന്നത്? അർന്നല്ലേ? ഡംബർ. ഡംബർ. അർ. അർ അല്ലെ? അർന്നാണ് വരുന്നത്. അറഞ്ചം പുറഞ്ചം അടി തന്നെ അല്ലെ? അർ അല്ലെ? അർന്നായത്. അപ്പൊ എന്തായാലും നമ്മൾ ഫസ്റ്റത്തേന് ഏതാ പേര് കൊടുക്കേണ്ടത്? എ അല്ലെ? അപ്പൊ നമ്മൾ ആദ്യത്തേന് എന്തായാലും എ എന്ന് പേര് കൊടുത്തു. ഞാൻ ഇവിടെ കൊടുക്കട്ടെ, ഈ സൈഡിൽ കൊടുക്കാം. ഓക്കെ, എ എന്ന് പേര് കൊടുത്തു. ദെൻ അടുത്ത എന്താണ്? ഡൻസ് എന്നല്ലേ? ഡൻസിന്റെ ലാസ്റ്റ് സൗണ്ട് എങ്ങനെ വരുന്നത്? അൻസ് എന്നല്ലേ? അൻസ്. ഇവിടെ ആരെങ്കിലും അൻസ് എന്ന് പേരുള്ളോ? ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടോളിട്ടോ. ഇത് അൻസ്. ഓക്കെ, അപ്പം ഡൻസ്, ഡൻസ്, ഡെൻസ്, അൻസ് അല്ലേ? ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്തു? അത് ഏതായാലും ഡംബറിന് അർ എന്നുള്ള സൗണ്ട് അല്ലല്ലോ, അൻസ് എന്നുള്ള സൗണ്ട് അല്ലേ? അപ്പൊ അതിന് നമ്മൾ ബി എന്നുള്ള പേര് കൊടുത്തു അല്ലേ? ദെൻ അടുത്തത് സമ്മർ. സമ്മർ. അപ്പോൾ അർ അല്ലേ? സമ്മർ, അർ. അപ്പോൾ നോക്കിയാ ഡംബർ, സമ്മർ രണ്ടും അർ എന്നല്ലേ അവസാനിക്കുന്നത്. അവസാനത്തെ സൗണ്ട് ആട്ടോ നോക്കണ്ടേ. നിങ്ങൾ സ്പെല്ലിംഗ് ഒന്നും നോക്കരുത്, ഉച്ചരിച്ച് നോക്കുക. ലാസ്റ്റിലെ സൗണ്ടിന്റെ ഉച്ചാരണം മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഈ എന്റെ അതേ സൗണ്ട് തന്നെയല്ലേ സിക്കും വന്നത് അല്ലേ? മൂന്നാമത്തേനും വന്നത്. അപ്പൊ അതിന് നമ്മൾ എന്ത് കൊടുക്കുക? എ തന്നെ കൊടുക്കുക. മൂന്നാമത്തെ ലൈനും എ കൊടുത്തു. ദെൻ ലാസ്റ്റ് നോക്കിയാ വൺസ്. വൺസ് എന്നുള്ള എങ്ങനെ ഉച്ചരിക്കുക? അൺസ് എന്നല്ലേ സൗണ്ട് വരുന്നത്? വൺസ്, വൺസ്, വൺസ്. അൺസ് എന്നാണ് ലാസ്റ്റ് സൗണ്ട് വരുന്നത്. ഏതുപോലെ തന്നെ ഡൻസ്, വൺസ് രണ്ടും അൺസ് എന്നുള്ള സൗണ്ട് അല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെയും ബി അല്ലെ? ബിന്റെ അതേ സൗണ്ടാണ് ലാസ്റ്റത്തേനും വരുന്നത് അല്ലെ? സ്വാഭാവികമായിട്ടും ഇതിന്റെ റൈം സ്കീം എന്താ മക്കളെ? എ ബി എ ബി. വ്യത്യാസമില്ലേ? ആദ്യത്തേൻ്റെ എന്താ? ABCB ആണ്. രണ്ടാമത്തേൻ്റെ എന്താ? AB. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. ഈ ഒന്നാമത്തെ സ്റ്റാൻസയുടെ തനി ഫോട്ടോസ്റ്റാറ്റ് ആണ് ലാസ്റ്റത്തെ ഏഴാമത്തെ സ്റ്റാൻസ. ബാക്കി എല്ലാ സ്റ്റാൻസകളും ഈ രണ്ടാമത്തെ സ്റ്റാൻസ പോലെയാണ്. അതായത് ഒന്നാമത്തെയും ഏഴാമത്തെയും സ്റ്റാൻസയുടെ റൈം സ്കീം ABCB ആണ്. അതേപോലെ 2, 3, 4, 5, 6 സ്റ്റാൻസകളുടേത് AB ആണ്. നിങ്ങൾ അപ്രീസിയേഷനിലൊക്കെ എഴുതണം. അതേപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ഏത് വരിയാണ് തരിക അറിയില്ല, ഏത് വരി തന്നാലും അതൊന്ന് നോക്കി മനസ്സിലാക്കുക. എന്നിട്ട് അതിനനുസരിച്ച് റൈം സ്കീം ചെയ്താൽ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, റൈം സ്കീം ചെയ്താൽ ഇതേമാതിരിയാണ്. കോമൺ തൊട്ടിട്ട് എഴുതരുതിട്ടോ, നേരം കണ്ട് എഴുതിയാൽ മതി. അപ്പൊ മക്കളെ സ്ട്രക്ചർ കിട്ടിയില്ലേ? സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഇട്ടേ, നമുക്ക് പെട്ടെന്ന് തന്നെ കവിത തുടങ്ങണം. അപ്പൊ ബഡീസ് എല്ലാവരും ലൈക്ക് ബട്ടണൊക്കെ കുത്തി പൊട്ടിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ പിന്നെ നമുക്ക് കലാപരിപാടികൾ ആരംഭിക്കാം. നമ്മുടെ ഫസ്റ്റ് ലൈൻ ഇതാണ് മക്കളെ. നത്തിങ് ക്യാൻ എവർ ഹാപ്പൻ ട്വൈസ്. ട്വൈസ് എന്നുള്ളതിന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു, 2 തവണ എന്നാണ് അർത്ഥം അല്ലെ? അപ്പൊ നത്തിങ് ക്യാൻ എവർ ഹാപ്പൻ. ഹാപ്പൻ എന്ന് പറഞ്ഞാൽ സംഭവിക്കുക. അപ്പം ഒന്നും 2 തവണ സംഭവിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് അല്ലേ? ഒന്നും 2 തവണ സംഭവിക്കാൻ സാധിക്കും
സാധ്യമല്ല, അല്ലെങ്കിൽ സംഭവിക്കുക സാധ്യമല്ല. അതെന്താ അപ്പം അങ്ങനെ? അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ദുനിയാവിൽ ഒരു കാര്യവും 2 തവണ നടക്കൂല. അതെങ്ങനെ നടക്കൂല എന്നാ പറഞ്ഞത്? ഒരുപോലെ നടക്കൂല എന്നാണ് നമ്മുടെ കവി ഉദ്ദേശിച്ചത്. അതായത് ഫോട്ടോ കോപ്പി പോലെ ഒരേപോലെ നടക്കൂല. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ എന്ത് ചെയ്തു, ഇന്നിപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചു, അപ്പൊ നിങ്ങൾക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അടുത്ത ദിവസവും നിങ്ങൾ അതേ ഹോട്ടലിൽ പോയിട്ട് അതേ ഫുഡ് അതേ സമയത്ത് കഴിച്ചാൽ ഇന്നലെ കഴിച്ച അതേ എൻജോയ്മെന്റ് നിങ്ങൾക്ക് കിട്ടുമോ? അത് കിട്ടൂല. ഓക്കെ, അതാണ് പറഞ്ഞത്. എന്ത്, ഒരു തവണ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഫീലിംഗ് ആയാലും ശരി, ആ സമയമായാലും ശരി, ആ ദിവസമായാലും ശരി, അതൊന്നും പിന്നെ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടൂല. അത് ആ സമയത്തോടെ കഴിഞ്ഞു. ഓക്കെ, ഇത്രയുള്ള കാര്യം. ഇനി ഇതിന്റെ കാരണം നമുക്ക് കവി ഇനി അടുത്ത 3 വരികളിലൂടെ പറഞ്ഞു തരാണ്. എന്തുകൊണ്ടാണ് ഒരു കാര്യം 2 തവണ ആവർത്തിക്കപ്പെടാത്തത്? സിമ്പിൾ ലോജിക്കാണ്. എന്താ? ഇൻകോൺസിക്വൻസ്, ഫലത്തിൽ. ഈ കോൺസിക്വൻസ് എന്ന ഫലം, പരിണിത ഫലം എന്നൊക്കെ പറയും, തൽഫലമായി എന്നൊക്കെ പറയും. ഓക്കെ, ഇവിടെ ഫലത്തിൽ. അതിന്റെ കാരണം നമുക്ക് പറഞ്ഞു തരാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ 2 തവണ ആവർത്തിക്കപ്പെടാതിരിക്കുന്നതെന്ന്. എന്താ? ദ സോറി ഫാക്ട് ഈസ്, സോറി എന്ന് പറഞ്ഞാൽ ഖേദകരം അല്ലെങ്കിൽ സങ്കടകരം എന്നൊക്കെ പറയാം അല്ലെ. സോറി ഫാക്ട്, ഫാക്ട് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം, സത്യം അല്ലെ. അപ്പം ഖേദകരമായ ഒരു യാഥാർത്ഥ്യം എന്തെന്നാൽ, എന്തിന്റെ? വി അറൈവ് ഹിയർ ഇംപ്രവൈസ്ഡ്. നമ്മളിവിടെ അറൈവ് ചെയ്യുന്നത്, അറൈവ് പറഞ്ഞാൽ എത്തിച്ചേരുന്നത്, ഇവിടെ എന്ന് ഉദ്ദേശിച്ചത് എവിടെയാ അറിയോ? നമ്മുടെ ഭൂമിയിൽ. അപ്പം നമ്മൾ ഈ മനുഷ്യന്മാർ ഈ ഭൂമിയിലേക്ക് എത്തിച്ചേരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞത്? ഇംപ്രവൈസ്ഡ് ആയിട്ടാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ, അതല്ല ഉദ്ദേശിച്ചത്. എന്താ ഇംപ്രവൈസ്ഡ് എന്ന് പറഞ്ഞാൽ? വിത്തൗട്ട് പ്രാക്ടീസ്, അല്ലെങ്കിൽ എന്താണ്, നമ്മളൊരു മുന്നൊരുക്കം എന്നൊക്കെ പറയില്ലേ, അതായത് ഒരു മുന്നൊരുക്കമോ അല്ലെങ്കിൽ ഒരു പ്ലാനിങ്ങോ ഒന്നുമില്ലാതെയാണ് നമ്മളൊക്കെ മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത്. അങ്ങനെ തന്നെയല്ലേ? അല്ലാതെ വരുന്ന സമയത്ത് തന്നെ ഞാൻ അംബാനിയായിട്ട് ജീവിക്കാനുള്ള ആളാണ്, അതുകൊണ്ട് കയ്യിൽ കുറച്ച് പൈസ ഒക്കെ ആദ്യം എടുത്ത് വരാറുണ്ട്, കയ്യിൽ നിറച്ചും സൂട്ട് കേസും അതേപോലെ തന്നെ മറ്റേ ഡ്രസ്സും സാധനങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വരുന്നത്. അല്ലല്ലോ, ഏത് അംബാനി ആയാലും ശരി, ഏത് പിച്ചക്കാരനായാലും ശരി, ജനിച്ചു വീഴുമ്പോൾ എങ്ങനെയാ? ഒന്നുമില്ലാതെ അങ്ങനെ ബ്ലേ 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 എന്ന് പറഞ്ഞാണ്ട് കിടക്കല്ലേ ചെയ്യുക. ഇതാണ് മനുഷ്യന്മാരുടെ അവസ്ഥ. അന്നേരം വയറ്റ് കിടന്നുകാണ്ട് പ്ലാൻ ചെയ്യോ, എനിക്ക് ഇന്ന സ്ഥലത്ത് ജനിക്കണം, ഇന്ന രീതിയിൽ ജനിക്കണം, ഇന്ന രീതിയിൽ സംഭവിക്കും, ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമോ? ഒരു കുന്തും പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ല. അതായത് നമ്മുടെ ജനനം ഒരിക്കലും പ്രീ പ്ലാൻഡ് അല്ല അല്ലേ. അതായത് നമ്മളിങ്ങനെ വരുന്നു, നമ്മളിങ്ങനെ പോകുന്നു അല്ലേ. അതാണ് ഇവിടെ പറഞ്ഞത്. ഒരു അപ്പം ഇംപ്രവൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? വിത്തൗട്ട് പ്രാക്ടീസ് അല്ലേ. ഒരു മുന്നൊരുക്കം അല്ലെങ്കിൽ ഒരു പ്രാക്ടീസും ഇല്ലാതെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടേക്ക് വരുന്നത്, ഈ ഭൂമിയിലേക്ക് വരുന്നത്. ഇനിയോ? ആൻഡ് ലീവ് വിത്തൗട്ട് ദ ചാൻസ് ടു പ്രാക്ടീസ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ലീവ് ചെയ്യുന്നത്, ലീവ് ചെയ്യാൻ പോവുക. നമ്മളെങ്ങനെയാ? നമ്മൾ ഇവിടുന്ന് ടാറ്റ ഗുഡ് ബൈ എന്ന് പറഞ്ഞിട്ട് പോവാണോ? മരിച്ചു പോവാണ്, അതാ ഉദ്ദേശിച്ചത്. ഇമ്പള് മയ്യത്താവുന്നത് എങ്ങനെയാ? വിത്തൗട്ട് ദ ചാൻസ് ടു പ്രാക്ടീസ്. പ്രാക്ടീസ് ചെയ്യാൻ ഒരു അവസരം പോലും കിട്ടാതെയാണ്. നമുക്കറിയാം, നമ്മളൊരു സ്പോർട്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മത്സരത്തിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ നമ്മൾ ഇഷ്ടംപോലെ തവണ പ്രാക്ടീസ് ചെയ്യും അല്ലേ. പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ ആ മത്സരത്തിൽ പങ്കെടുക്കുക. പക്ഷേ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടക്കൂല അല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് എന്ത് ചെയ്തു? എന്തെങ്കിലും ഒരു അസുഖം വന്നു. നിങ്ങളിപ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ എന്ത് ചെയ്തു? നിങ്ങൾ എന്തെങ്കിലും ഒരു കളിക്കുന്നതിനിടയിൽ നിങ്ങൾക്കൊരു ആക്സിഡന്റ് പറ്റി. ഓക്കെ, ആക്സിഡന്റ് പറ്റി, നിങ്ങൾക്കൊരു പരിക്കേറ്റു. ആ പരിക്കേൽക്കുന്നതിന് നിങ്ങൾ ആലോചിക്കുകയാണ്, ആ സമയം ഒന്ന് പുറകോട്ട് മാറിയിരുന്നെങ്കിൽ എനിക്ക് എന്ത് ചെയ്യായിരുന്നു? ആ കളി ഒഴിവാക്കാമായിരുന്നു എന്നൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താണ്? നമുക്ക് പ്രാക്ടീസ് നടത്താനുള്ള സമയമില്ല ഇവിടെ, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള അവസരം ഇവിടെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ മുൻകൂട്ടി ഇതൊന്നും പ്ലാൻ ചെയ്തിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടേക്ക് വരുന്നത്. ഫസ്റ്റ് സ്റ്റാൻസ് ക്ലിയർ ആയില്ല മക്കളെ? സിമ്പിൾ ആണ്. എന്താണ്? ഈ ദുനിയാവിൽ, നമ്മുടെ ഈ ലോകത്ത് ഒന്നും 2 തവണ സംഭവിക്കില്ല. അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ, നമ്മൾ ഒരു പ്രാക്ടീസും ഇല്ലാതെ, ഒരു മുന്നൊരുക്കവും ഇല്ലാതെയാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത്. അതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ഒരു അവസരവും കിട്ടാതെ, രണ്ടാമത് ഒരു കാര്യം ആവർത്തിക്കപ്പെടാൻ ഒരു അവസരവും കിട്ടാതെയാണ് നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യുന്നത്? തിരിച്ചു പോകുന്നത്. ഈ എന്തെങ്കിലും ഭാവിയിൽ മനുഷ്യൻ വല്ല ടൈം മെഷീനൊക്കെ കണ്ടുപിടിച്ചിട്ട് സിനിമയിലൊക്കെ കാണുന്ന മാതിരി കാലത്തെ അതിജീവിക്കാൻ പഠിച്ചാൽ നമുക്ക് അങ്ങനെയൊക്കെ സംഭവിക്കായിരിക്കും. എന്തായാലും ഇപ്പം നടക്കൂല കേട്ടോ. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക അടുത്ത വരിയിൽ. ഈവൻ ഇഫ് ദർ ഈസ് നോ വൺ ഡംബർ. ഡംബർ എന്ന് പറഞ്ഞാൽ ഈ വിവരമില്ലാത്തവൻ, വിഡ്ഢിയല്ലേ, മൂഢൻ എന്നൊക്കെ പറയാം. അതായത് ഒട്ടും അറിവില്ലാത്തവൻ. അപ്പൊ ഇവിടെ ഇപ്പം എന്താ പറഞ്ഞത്? ഈവൻ ഇഫ് ദർ ഈസ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നാണ് അർത്ഥം അല്ലേ. ഇഫ് ദർ ഈസ് നോ വൺ, ആരും ഇല്ലെന്ന് വിചാരിക്കും. നോ വൺ എന്ന് പറഞ്ഞാൽ ആരും. അപ്പൊ ഇവിടെ ആരും ഇല്ല എന്ന് വിചാരിക്കും. എങ്ങനെ? ഡംബർ. ഇവിടെ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്, ഒരാളോട് കമ്പയർ ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇത് വെച്ചാൽ ക്ലിയർ ആയി. ഡംബർ ദാൻ യു. ഓക്കെ, അപ്പൊ നിങ്ങളോട് അല്ലെങ്കിൽ നമ്മളോട് കവി പറയണെന്ത്? നിങ്ങളെക്കാൾ ഡംബർ ആയിട്ടുള്ള, നിങ്ങളെക്കാൾ വിഡ്ഢിയായിട്ടുള്ള ഒരാൾ ഇല്ലെന്നിരിക്കെ, അല്ലെങ്കിൽ ഇല്ലെങ്കിൽ, അപ്പൊ നമ്മൾ സങ്കല്പിക്കുന്നത് നമ്മളാണ് മറ്റൊരാളെക്കാളും വിഡ്ഢി എന്ന് വിചാരിക്കുക. അപ്പം നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു വിഡ്ഢി നമ്മളാണെന്ന് വിചാരിച്ചോ. ഇനി അതിനെക്കാട്ടും വലിയൊരു തമാശ കൂടി പറയുന്നുണ്ട്. ഇഫ് യു ആർ ദ പ്ലാനറ്റ്സ് ബിഗ്ഗസ്റ്റ് ഡൻസ്. ഡൻസ് എന്ന് പറഞ്ഞാലും ഡംബറിന്റെ സെയിം മീനിങ് ആണ് വിഡ്ഢി. ഇനി ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ ബിഗ്ഗസ്റ്റ് എന്നുണ്ട്, ബിഗ്, ബിഗ്ഗർ, ബിഗ്ഗസ്റ്റ്, ഏറ്റവും വലിയ എന്നാണ് അർത്ഥം അല്ലേ. സോ ഇവിടെ പറയുന്നുണ്ട്, ഇനി അതല്ല,
നേരത്തെ പറഞ്ഞ എന്താണ്, നിങ്ങളെക്കാൾ വലിയൊരു വിഡ്ഢി വേറെ ആരും ഇല്ലെന്ന് വിചാരിക്കും. അതല്ലെങ്കിൽ എന്താണ് പറഞ്ഞത്, ഈ പ്ലാനറ്റിലെ, പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഭൂമി, ഈ പ്ലാനറ്റിലെ ഏറ്റവും വലിയ ഡെൻസ്, ഏറ്റവും വലിയ വിഡ്ഢി നിങ്ങളാണെങ്കിൽ. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളൊരു പമ്പര വിഡ്ഢിയാണെങ്കിൽ, ഇപ്പൊ എന്താ ചെയ്യുക? ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ബാക്കി ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ചിന്തിക്കുകയാണെങ്കിൽ, നമ്മുടെ സ്കൂളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യും, നമ്മളൊരു വീക്ക് സ്റ്റുഡൻ്റ് ആണെങ്കിൽ, ഒരു മരമണ്ടനൊക്കെ ആണെങ്കിൽ, നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ് എങ്ങനെയെങ്കിലും നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക, നമുക്ക് എക്സ്ട്രാ ക്ലാസ്സുകൾ തരും അല്ലേ? അതേപോലെ തന്നെ നൈറ്റ് ക്ലാസ്സുകൾ, ഈവനിങ് ക്ലാസ്സുകൾ, പ്രത്യേക ബാച്ചൊക്കെ തിരിച്ചായിട്ടുള്ള ക്ലാസ്സുകൾ, വെക്കേഷനിൽ കൂടുതൽ സമയം, ഇങ്ങനെയൊക്കെ ക്ലാസ്സുകൾ തന്ന് അവസാനം നമ്മൾ എന്ത് ചെയ്യും, ബ്രില്യൻ്റ് ആക്കി മാറ്റൂലേ? അവസാനം മിടുക്കനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ മാർക്കൊക്കെ വാങ്ങിയിട്ട് മറ്റുള്ളവരെ പോലെ തന്നെ നല്ല തലയെടുപ്പോടെ തിരിച്ചു പോകും അല്ലേ? അപ്പൊ അതിനുള്ള അവസരം നമുക്ക് സ്കൂളുകളിൽ കിട്ടാറുണ്ട് അല്ലേ? റിയൽ ലൈഫിൽ, നമ്മുടെ ലൈഫിൽ കിട്ടാറുണ്ട്. പക്ഷേ ജീവിതമാകുന്ന സ്കൂളിൽ ഇത് നടക്കൂല. അതാണ് ഇവിടെ പറഞ്ഞത്. നിങ്ങളെക്കാൾ വലിയൊരു വിഡ്ഢി ഇല്ലെങ്കിൽ, അതല്ലെങ്കിൽ എന്താണ്, നിങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു വിഡ്ഢിയാണെങ്കിൽ എന്താ ഇവിടെ പറഞ്ഞത്, യു കാൺ റിപ്പീറ്റ് ദ ക്ലാസ് ഇൻ സമ്മർ. നിങ്ങൾക്കൊരിക്കലും സമ്മറിലെ ക്ലാസ് റിപ്പീറ്റ് ചെയ്യാൻ, ആവർത്തിക്കാൻ കഴിയില്ല എന്ന്. എന്താ ഈ സമ്മറിലെ ക്ലാസ് എന്ന് ഉദ്ദേശിച്ചത്? ഞാനിപ്പം പറഞ്ഞ കാര്യം തന്നെ. അതായത് സാധാരണ ഒരു സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ഈ വെക്കേഷൻ സമയത്തൊക്കെ ഇങ്ങനെയുള്ള വീക്ക് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ, അറിവില്ലാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ക്ലാസ്സുകളൊക്കെ കൊടുക്കും. പക്ഷേ ഇവിടെ ഈ ക്ലാസ് എന്ന് ഉദ്ദേശിച്ചത് ഏത് ക്ലാസ്സാ? ഈ ക്ലാസ് എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ലൈഫിനെയാണ്. നമ്മുടെ ലൈഫിനെ ഇവിടെ ഒരു മെറ്റഫറായിട്ട് യൂസ് ചെയ്തതാണ്. ഏത്? ക്ലാസ്സിനോട്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലാസ്, അതേപോലെ ഇവിടെ കോഴ്സും പറയുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ മെറ്റഫറായിട്ടാണ് യൂസ് ചെയ്തത്. എന്തിനോടാണ്? നമ്മുടെ ലൈഫിനെ, ജീവിതത്തെയാണ് പറയുന്നത്. അപ്പോൾ ജീവിതമാകുന്ന ക്ലാസ് നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, അത് റിപ്പീറ്റ് ചെയ്യാൻ കഴിയില്ല. ഒരിക്കൽ നിങ്ങൾക്ക് എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ അത് അങ്ങനെ തന്നെ കിടക്കും. ഇപ്പോൾ ഉദാഹരണത്തിന്, നിങ്ങളൊരു വികലാംഗനായി ജനിച്ചു. നിങ്ങൾ ചിന്തിക്കുകയാണെന്ത്, അയ്യോ ഒന്നുകൂടി അമ്മയുടെ ഗർഭപാത്രത്തിൽ പോയിട്ട് തിരിച്ചു വരണം, വികലാംഗനല്ലാതെ ജനിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ മക്കളെ? കാര്യമില്ല. അത് അങ്ങനെ തന്നെ പോകും. നമ്മളൊരു ബുദ്ധിമാന്ദ്യം സംഭവിച്ചൊരു കുട്ടിയായിട്ട് ജനിച്ചു, എന്നിട്ട് ചിന്തിക്കുകയാണെന്ത്, അവരുടെ പേരൻസ് ചിന്തിക്കുകയാണെന്ത്, ഒന്നുകൂടി ഈ കുട്ടി ഞങ്ങളുടെ വയറ്റിൽ നിന്ന് ജനിച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക, ഒരു നല്ല ബുദ്ധിയുള്ളൊരു കുട്ടിയായിട്ട് ജനിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം ഒരു തവണയെ സംഭവിക്കും. ഒരു കാര്യം ഒരു തവണയെ സംഭവിക്കൂ അല്ലേ? അവിടെ എന്തില്ല, അവിടെ റിഹേഴ്സൽ ഇല്ല. അതാണ് ഇവിടെ പറഞ്ഞത്. എന്താ? ദിസ് കോഴ്സ് ഈസ് ഓൺലി ഓഫേർഡ് വൺസ്. ഈ ജീവിതമാകുന്ന കോഴ്സ് നമ്മളിപ്പോൾ SLC ആയാലും +1 +2 ഇനി അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോളിടെക്നിക്കോ എഞ്ചിനീയറിങ്ങോ മെഡിസിനോ ഇതൊക്കെ നമുക്ക് തോറ്റാലും വീണ്ടും വീണ്ടും നമുക്ക് എഴുതിയെടുക്കാം. പക്ഷേ ജീവിതമാകുന്ന ഈ കോഴ്സ് അതുണ്ടല്ലോ, ആ വിദ്യാഭ്യാസം അതെന്താണ്, അതൊരൊറ്റ തവണയെ കിട്ടുള്ളൂ. അവിടെ എവിടെയെങ്കിലും നമ്മൾ പരാജയപ്പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അത് അങ്ങനത്തെ ഒരു സിലബസ് ആണ് അല്ലേ? ഒരൊറ്റ തവണ മാത്രമുള്ള, റിഹേഴ്സൽ ഇല്ലാത്ത, റിപ്പീറ്റേഷൻ ഇല്ലാത്ത ഒരു സിലബസ് ആണ്, അല്ലെങ്കിൽ ഒരു ക്ലാസ് ആണ് ലൈഫ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ രണ്ടാമത്തെ പാരഗ്രാഫിലൂടെ, രണ്ടാമത്തെ സ്റ്റാൻസയിലൂടെ നമ്മുടെ എഴുത്തുകാരി പഠിപ്പിക്കുന്നത്. മക്കൾക്ക് ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ മക്കളെ ഇനി ലൈക്ക് ഇട്ടുകാണ്ട് ഉള്ള ലൈക്ക് കൂടി ഇല്ലാതാക്കണ്ട, കമന്റ് ഇട്ടോളി. ഓക്കെ മക്കളെ, എല്ലാവരും കമന്റുകളൊക്കെ അവിടെ നിർത്തിയിട്ട് അടുത്ത സ്റ്റാൻസയിലേക്ക് നമുക്ക് പോവാം. ഇനി 3 സ്റ്റാൻസകൾ ഒന്നിച്ചാണ് ഞാൻ പറയാൻ പോണത്. ഈ 3 സ്റ്റാൻസകൾക്കും ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ എന്താന്ന് വിചാരിച്ചാൽ ആദ്യത്തെ സ്റ്റാൻസയും അടുത്ത 2 സ്റ്റാൻസുകളും തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ ഒന്നുമില്ല. പക്ഷേ ഈ 3 സ്റ്റാൻസുകൾക്കും നമ്മുടെ കവിയുടെ പേഴ്സണൽ എക്സ്പീരിയൻസുമായിട്ട് ചെറിയ ബന്ധങ്ങളുണ്ട്. ഓക്കെ, കവി തൻ്റെ പേഴ്സണലി ചില അനുഭവങ്ങളാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരിക്കൽ സംഭവിച്ചൊന്നും വീണ്ടും നടക്കൂല, അതേമാതിരി സംഭവിക്കില്ല എന്ന് കവി തൻ്റെ വ്യക്തിപരമായ ചില കാര്യങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഓക്കെ, അപ്പം അതിൽ ആദ്യത്തെ കാര്യം ഞാനൊന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. ആദ്യത്തെ വരിയിൽ നോ ഡേ കോപ്പീസ് യെസ്റ്റർഡേ. അതായത് ഡേ എന്ന് പറഞ്ഞാൽ ദിവസം അല്ലേ? ഒരു ദിവസവും ഇന്നലെയുടെ കോപ്പികളല്ല എന്ന് പറയാം, അല്ലെങ്കിൽ ഇന്നലെയെ അനുകരിക്കുന്നില്ല. കോപ്പി പറഞ്ഞാൽ അനുകരിക്കല്ലേ? അപ്പോൾ ഒരു ദിവസവും ഇന്നലെകളുടെ അനുകരണമല്ല, അല്ലെങ്കിൽ കോപ്പിയല്ല എന്ന് വെച്ചാൽ ഇന്ന് എന്ന് പറഞ്ഞാൽ അത് ഇന്നാണ്, ഇന്നലെ എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു ദിവസമാണ്. അല്ലാതെ ഇന്നലത്തെ അതേപോലെ തന്നെ ഇന്നും കാര്യം നടന്നു എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു തെറ്റാണ്. കാരണം അതിലെന്തെങ്കിലും ചെറിയൊരു ചേഞ്ച്, ഒരു ചെറിയൊരു സുഖത്തിലെങ്കിലും ഒരു ഫീലിങ്ങിലെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചേഞ്ച് വന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ പറയുന്നത് ഇന്നലത്തെ അതേമാതിരി തന്നെ ഇന്നും മഴ പെയ്തു, അല്ലെങ്കിൽ ഇന്നലത്തെ അതേമാതിരി തന്നെ അവനെ ഞാൻ ഇന്നും കണ്ടു. പക്ഷേ അതിലൊക്കെ എന്തുണ്ട്, ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഒന്നുകിൽ കാലാവസ്ഥയിൽ മാറ്റം ഉണ്ടാവും, അതല്ലെങ്കിൽ എന്താണ് ഈ കണ്ടുമുട്ടിയ സ്ഥലത്തിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും, അതല്ലെങ്കിൽ നമ്മുടെ മൂഡിൽ, മൈൻഡ് സെറ്റിൽ ചെറിയ ചേഞ്ച് ഉണ്ടാവും. അങ്ങനെ ചിലപ്പോൾ അവരുടെ മൈൻഡ് സെറ്റിൽ ചിലപ്പം ചേഞ്ച് ഉണ്ടാവും. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നിൻ്റെ അതേ ഫോട്ടോ കോപ്പി പോലെ, റെപ്ലിക്ക പോലെ ഒരിക്കലും ഒരു ദിവസം ആവർത്തിക്കില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഇനി നോക്കി, നോ 2 nights will teach what bliss is. ഇനി പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കേട്ടോ. നോ 2 nights will teach. ടീച്ച് പറഞ്ഞാൽ പഠിപ്പിക്കുകയല്ലേ? ഈ പഠിപ്പിക്കലൊക്കെ സാധാരണ അധ്യാപകർ ചെയ്യുന്നൊരു ജോലിയാണ് അല്ലേ? അതായത് മനുഷ്യരായിട്ടുള്ള ആളുകളാണ് പഠിപ്പിക്കുക എന്നുള്ള ജോലി ചെയ്യാറുള്ളത്. ഇവിടെ എന്താ പറഞ്ഞറിയോ? നോ 2 nights will teach.
2 രാത്രികൾ പഠിപ്പിക്കില്ല എന്നാ പറഞ്ഞത്. രാത്രി അല്ലെങ്കിലും പഠിപ്പിക്കില്ലല്ലോ അല്ലേ? പക്ഷെ ഇവിടെ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രാത്രിയെ നമ്മളെ എന്തോ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനെ പോലെയാണ് നമ്മുടെ കവി ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് നമ്മൾ പറയാം പേഴ്സോണിഫിക്കേഷൻ എന്നാണ് അല്ലേ? അതായത് ഒരു കവിതയിൽ മനുഷ്യനല്ലാത്ത ഒന്നിന് മനുഷ്യന്റെ ക്വാളിറ്റി കൊടുക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയാ, പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയാം. അപ്പൊ ഇവിടെ നൈറ്റ്സിനെ പേഴ്സോണിഫൈ ചെയ്താണ് അല്ലെ, ഒരു അധ്യാപകനെ പോലെ പേഴ്സോണിഫൈ ചെയ്താണ് കവി. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. എന്തായാലും ഇതിന്റെ അർത്ഥത്തിലേക്കാണ് ഞാൻ വരാൻ പോണത്. ഇവിടെ പറഞ്ഞെന്താ, 2 രാത്രികൾക്ക് ഒരിക്കലും നിങ്ങളെ പഠിപ്പിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കില്ല. എന്ത് പഠിപ്പിക്കില്ല? വാട്ട് ബ്ലിസ് ഈസ്. ഇത് പഠിപ്പിക്കാൻ കഴിയില്ല എന്ന്. എങ്ങനെ? പരമാനന്ദം. ബ്ലിസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്വർഗീയ അനുഭൂതി, അല്ലെങ്കിൽ പരമാനന്ദം എന്ന് പറയും ഭയങ്കര ആനന്ദം, സന്തോഷം, അല്ലെങ്കിൽ ഭയങ്കര സുഖം. ഓക്കെ, അത്രയും വലിയൊരു സുഖം എന്താണെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ 2 രാത്രികൾക്ക് കഴിയില്ല എന്നാ പറഞ്ഞത്. ഓക്കെ, അതെങ്ങനെയുള്ളതാ പറഞ്ഞത്? ഇൻ പ്രഷ്യസ്ലി ദ സെയിം വേ, ഒരേപോലെ കൃത്യമായിട്ടുള്ള, അതായത് 2 രാത്രി ഒരേപോലെ സംഭവിക്കണം. അതുപോലെ തന്നെ എന്താ, വിത്ത് പ്രഷ്യസ്ലി ദ സെയിം കിസസ്, ഒരേ ചുംബനങ്ങൾ, കൃത്യമായിട്ട് ഒരേ ചുംബനങ്ങൾ നൽകപ്പെട്ടിട്ടുള്ള 2 രാത്രികൾക്ക് നിങ്ങളെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പരമാനന്ദം എന്താണെന്ന് പഠിപ്പിക്കാൻ കഴിയില്ല എന്ന്. കാര്യമായിട്ടൊന്നും മനസ്സിലായില്ലല്ലോ? സിമ്പിളായിട്ട് ഇപ്പൊ ഒന്ന് പറഞ്ഞുതരാം. ഒരു ചെറിയ കഥ പറഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. ഒരു കാമുകനും കാമുകിയും. ആഹാ, അന്തസ് അല്ലേ? നല്ല രസമുണ്ടാവും അല്ലേ? ഓക്കെ, അപ്പൊ ഒരു കാമുകനും കാമുകിയും കൂടി ഇങ്ങനെ സല്ലപിച്ച് അവരിപ്പോ പുതുതായി പ്രേമിച്ച് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ സല്ലപിച്ച് അവസാനം രാത്രിയായി. ഓക്കെ, രാത്രിയായി അവരൊരു പാർക്കിലെ അല്ലെങ്കിൽ ഒരു ബീച്ചിലേക്കോട്ടെ അല്ലെ, ഒരു ബീച്ചിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ബീച്ചിൽ ഇരിക്കുന്ന സമയത്ത് കാമുകിക്ക് തോന്നി കാമുകനൊരു മുത്തം കൊടുക്കണമെന്ന്. അങ്ങനെ കാമുകന്റെ കവിളത്തൊരു ചുംബനം കൊടുത്തൊരു ചുംബനം. ഓക്കെ, സോ അത് കിട്ടിയപ്പം നമ്മുടെ കാമുകൻ ആഹാ അന്തസ് അല്ലേ, കാമുകന്റെ കണ്ണ് പുറത്തോട്ട് തള്ളി, കാമുകനാകെ രോമാഞ്ച പുളകിതനായി അല്ലേ. സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിക്കും. കാരണം കാമുകൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യമായിരിക്കും കാമുകിയുടെ ആ ഒരു എന്താണ് ഒരു ചുംബനം അല്ലേ. അപ്പൊ എന്തായാലും ഫസ്റ്റ് ടൈം ആ ഒരു കിസ് കിട്ടിയ സമയത്ത് കാമുകൻ വല്ലാത്ത ഹാപ്പി ആയിട്ടുണ്ടാവും. ഇനി വീണ്ടും മറ്റൊരു ദിവസം അതല്ലെങ്കിൽ അടുത്ത ദിവസവും നമ്മുടെ കാമുകനും കാമുകിയും അതേ സ്ഥലത്ത് അതേ സമയത്ത് അതേ കടപ്പുറത്തെത്തി. ഓക്കെ, വീണ്ടും കാമുകി അവന്റെ അതേ കവളിൽ അന്ന് കൊടുത്ത അതേപോലെ തലേ ദിവസം രാത്രി കൊടുത്ത അതേപോലത്തെ ഒരു ചുംബനം കൂടി കൊടുത്തു. പക്ഷേ ഇത്തവണ കാമുകന് അത്ര വലിയ വികാരം തോന്നിയിട്ടുണ്ടാവില്ല. കാരണം എന്താ, അത് ഇന്നലെ കിട്ടിയ സെയിം സാധനല്ലേ. അപ്പം അത് അത്ര വലിയൊരു എഫക്റ്റ് തോന്നിയിട്ടുണ്ടാവില്ല. അതിനെന്താ മക്കൾ മനസ്സിലാക്കേണ്ടത്? കാലം മാറുന്നത് പോലെ തന്നെ മനുഷ്യന്റെ വികാരങ്ങളും വിചാരങ്ങളും ഫീലിങ്സും ഒക്കെ മാറും. അപ്പൊ മക്കളെ, നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂ. അതായത് കൃത്യമായി ഒരേ രീതിയിലുള്ള ചുംബനത്തോട് കൂടി, വിത്ത് എന്നാ പറഞ്ഞത് അല്ലേ, ചുംബനത്തോട് കൂടിയ 2 രാത്രികൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, പരമാനന്ദം എന്താണെന്ന് നിങ്ങളെ പഠിപ്പിക്കില്ല എന്ന്. മനസ്സിലായില്ലേ? അതായത് ആദ്യത്തെ ഒരു രാത്രി ചിലപ്പോൾ ചുംബനം കിട്ടിയപ്പോൾ നല്ല പരമാനന്ദം തോന്നിയിട്ടുണ്ടാവും. പക്ഷെ അടുത്ത ദിവസവും അതുപോലെ കിട്ടിയ ചുംബനത്തിന് അതേ പരമാനന്ദം ഉണ്ടെന്ന് ഒരിക്കലും ആ രാത്രി എന്ത് ചെയ്യാ നിങ്ങൾക്ക് തോന്നൂല. അതായത് രാത്രി നിങ്ങളെ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ തോന്നൂല എന്നാ പറഞ്ഞത്. അപ്പൊ 2 രാത്രികൾ എന്ന് പറഞ്ഞാൽ അത് രണ്ടും 2ആണ്. ഓക്കെ, സെയിം അല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. രാത്രികൾ മാത്രമല്ല, നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും ഇമോഷൻസും ഒക്കെ മാറി വരുന്നു എന്നാണ് ഈ ഒരു സ്റ്റാൻസയിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നത് വ്യക്തമാക്കി തരുന്നത്. കിട്ടിയ മക്കളെ? അടുത്ത 2 സ്റ്റാൻസകളിലും കവി പറയുന്നത് എന്താണെന്ന് വെച്ചാല് 2 ദിവസങ്ങളിൽ കവിയുടെ ജീവിതത്തിൽ 2 ദിവസങ്ങളിൽ നടന്നതായിട്ടുള്ള സംഭവങ്ങളുടെ ചേഞ്ചസ് ആയിട്ടാണ് കേട്ടോ. സോ ഇവിടെ നോക്ക് നിങ്ങൾ, ഇവിടെ 1 ഡേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 ഡേ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അല്ലെ. എന്നാൽ അടുത്ത സ്റ്റാൻസിൽ തുടങ്ങുന്നത് എങ്ങനെയാ? ദെൻ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പൊ 1 ഡേ എന്ന് പറഞ്ഞാൽ അത് ഇന്നാണെന്ന് വിചാരിക്കും. ദെൻ നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ അത് നാളെയാണെന്ന് വിചാരിക്കും. അങ്ങനെ അടുത്തടുത്തുള്ള 2 ദിവസങ്ങളിൽ നടന്ന 2 സംഭവങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ പറയാൻ പോകുന്നത്. അത് കവിയുടെ ജീവിതത്തിൽ നടന്നതായിട്ടാണ് കവി പറയുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കണം. അതായത് 1 ഡേ, ഒരു ദിവസം, പെർഹാപ്സ് സം ഐഡിൽ ടങ്. ഐഡിൽ എന്ന് പറഞ്ഞാൽ അലസമായ, മടിയുള്ള എന്നൊക്കെ അർത്ഥം. ടങ് എന്ന് പറഞ്ഞാൽ നാവ് എന്നാണ് അർത്ഥം. അപ്പൊ അലസമായ നാവ്, ഐഡിൽ ടങ് പറഞ്ഞാല് അങ്ങനെയല്ല. ഈ ഐഡിൽ ടങ് എന്ന് പറഞ്ഞാൽ പ്രയോഗത്തിന്റെ ഒക്കെ ശരിക്കുള്ള അർത്ഥം വിഡ്ഢിത്തം, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വിഡ്ഢിത്തപരമായ എന്നൊക്കെയാണ്. പക്ഷെ ഇവിടെ ഉദ്ദേശിച്ചതല്ല, ഒരാളെന്ന് ഉദ്ദേശിച്ചാൽ മതി. അതല്ലെങ്കിൽ നമ്മുടെ ഈ വളവളാന്നൊക്കെ സംസാരിക്കുന്ന വായാടികളായിട്ടുള്ള ആൾക്കാരുണ്ടാവില്ലേ, ഈ നാവിൽ എല്ലില്ലാത്ത ആൾക്കാർ, അങ്ങനെയുള്ള ഇതൊക്കെയാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്. ഐഡിൽട്ടാണ് വെറുതെ ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാർ. അപ്പൊ അങ്ങനെയുള്ള ഏതോ ഒരു പേഴ്സൺ, നിങ്ങളോട് ഒരു വ്യക്തിയെന്ന് ഉദ്ദേശിച്ചാൽ മതി. ഐഡിൽട്ടൻ എന്ന് പറഞ്ഞാൽ അവിടെ മനുഷ്യനെയാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഏതോ ഒരുത്തൻ എന്ത് ചെയ്തു എന്നാ പറഞ്ഞത്? പെർഹാപ്സ്, ഒരു പക്ഷേ, മെൻഷൻസ് യുവർ നെയിം, നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്തു എന്ന് വിചാരിക്കും. ഓക്കെ, മെൻഷൻ ചെയ്താൽ മെൻഷൻ ചെയ്യാൻ സൂചിപ്പിക്കുക അല്ലെ, നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്തു എന്ന് വിചാരിക്കും. ഓക്കെ, അതും എങ്ങനെ? ബൈ ആക്സിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകസ്മികമായിട്ട് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ നടക്കുന്നതിനാണ് ആക്സിഡന്റ് എന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഡൗട്ട് ഉണ്ടാവും,
ഈ യുവർ നെയിം, നിങ്ങളുടെ പേര് എന്ന് ഉദ്ദേശിച്ചത് ആരെയാ? എന്റെ പേരാണോ അതോ നിങ്ങളുടെ പേരാണോ? അതല്ല. കവിയുടെ ബിലവഡിനെ കുറിച്ച്, കവിയുടെ ലവറിനെ കുറിച്ചാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അതായത് കവിയുടെ ലവറിനെ കുറിച്ച് പറയണെന്തേ, കവി എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണ് വിചാരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും നടന്നു പോവാണ് വിചാരിക്കും. ആ സമയത്ത് യാദൃശികമായിട്ട് ആരോ കവിയുടെ ലവറിന്റെ പേര് മെൻഷൻ ചെയ്യുന്നത് ആരെ കേൾക്കുകയാണ്? കവി കേൾക്കുകയാണ്. ബൈ ചാൻസ് ആക്സിഡന്റിൽ കേൾക്കുകയാണ്. അങ്ങനെ കേൾക്കുമ്പോൾ എന്താണ് കവിക്ക് ഉണ്ടാവുന്ന ഫീലിംഗ് എന്നാ പറഞ്ഞത്? ഐ ഫീൽ, എനിക്ക് തോന്നും. ഇവിടെ ഐ എന്ന് പറഞ്ഞാൽ ഹു ഈസ് ദ ഐ റെഫർ ടു ഹിയർ ചോദ്യം വരും. ആരാ? ദ പോയറ്റ് അല്ലേ, കവിയാണ്. നമ്മുടെ കവിക്ക് എന്താ തോന്നുക? തന്റെ പേര് ഏതോ ഒരു ചെങ്ങായി ഇങ്ങനെ അല്ലെങ്കിൽ ഏതോ ഒരു പെണ്ണുപിള്ള ഇങ്ങനെ ഉരുവിടുന്നത് കാണുമ്പോൾ ഇവർക്ക് തോന്നുന്ന പേര് കേട്ടപ്പോ ഐ ഫീൽ as if a rose were flung into the room, all hue and scent. ഒരു റോസാപ്പൂ, റോസ് എന്ന് പറഞ്ഞാൽ റോസാപ്പൂ അല്ലെ, ഒരു റോസാപ്പൂ ഫ്ലങ് ചെയ്യുന്നതായിട്ട്, എറിയപ്പെട്ടതായിട്ട്, ഫ്ലങ് എന്ന് പറഞ്ഞാൽ ത്രോൺ അല്ലെ, എറിയപ്പെടുക. ഒരു റോസാപ്പൂ എറിയപ്പെട്ടതുപോലെയാണ് എനിക്ക് തോന്നുക. എവിടേക്ക്? ഇൻടു ദ റൂം, എന്റെ മുറിയിലേക്ക് ആരോ ഒരു റോസാപ്പൂ എടുത്ത് എറിഞ്ഞതുപോലെയുള്ള ഫീലിംഗ് ആണ് എനിക്ക് ആ പേര് കേട്ടത്. അപ്പൊ ഒരു പേര് തന്റെ കാമുകന്റെ പേര് പോലും ഒരു നല്ല റോസാപ്പൂ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ പ്രതീകമാണ് അല്ലെ. അപ്പൊ ഒരു റോസാപ്പൂ പോലെയാണ് ആ സ്ത്രീക്ക് അനുഭവപ്പെടുന്നത് അല്ലെ, അല്ലെങ്കിൽ ആ കവിക്ക് അനുഭവപ്പെടുന്നത്. അതും എങ്ങനെയാണ് റോസാപ്പൂ എന്ന് പറയുന്നത്? ഓൾ ഹ്യൂ ആൻഡ് സെന്റ്. ഹ്യൂ എന്ന് പറഞ്ഞാൽ കളർ, ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള, നിറപ്പാക്കിയിട്ടുള്ള നല്ല ചുവന്ന് തുടുത്ത ഒരു റോസാപ്പൂ. അതേപോലെ സെന്റ്, നല്ല സുഗന്ധ പരിമളമായിട്ടുള്ള അല്ലെ. അപ്പൊ നല്ല പരിമളം തൂകുന്ന, അതേപോലെ തന്നെ നല്ല വർണ്ണപ്പാക്കിയിട്ടുള്ള, നല്ല ചുവന്ന നിറത്തോട് കൂടിയിട്ടുള്ള ഒരു റോസാപ്പൂ എന്ത് ചെയ്യാണ്? റോസാപ്പൂവിനെ ചുവന്ന എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും നല്ല നിറമുള്ള, നല്ല മണമുള്ള ഒരു റോസാപ്പൂ തന്റെ മുറിയിലേക്ക് ആരോ എറിഞ്ഞതുപോലെയാണ് തന്റെ ബിലവഡിന്റെ എന്ത് ചെയ്യുന്ന പേര് തന്റെ ചെവിയിലേക്ക് പതിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ താൻ കേട്ടപ്പോൾ തനിക്ക് തോന്നിയത് എന്നാണ് ആര് പറയുന്നത്? കവി. എപ്പോ തോന്നിയത്? വൺ ഡേ, ഒരു ദിവസം. അതങ്ങനെ തന്നെയാണല്ലടാ. അതായത് ഈ പ്രേമിച്ച് തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഇപ്പൊ ഒരു ലവ്, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ലവ് ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ടാവണ്ട കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഇപ്പൊ അത് വിചാരിച്ചിട്ട് വേറെ സാറ് പറഞ്ഞത് ലവുകൾ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഉണ്ട് വിചാരിച്ചാൽ മതി. ഓക്കെ, സ്വന്തം കാണാൻ ആർക്കും പൈസ കൊടുക്കണ്ടല്ലോ. ഉദാഹരണത്തിന് ലുട്ടാപ്പി എന്നാണ് നിങ്ങളുടെ ലവറിന്റെ പേര് എന്ന് വിചാരിച്ചു. ഓക്കെ, ഇനിയിപ്പോ ആൺകുട്ടികളെ സങ്കടപ്പെടേണ്ട, ഡാങ്കിനി എന്നാണ് നിങ്ങളുടെ ലവറിന്റെ പേര് എന്ന് വിചാരിച്ചു. സമാധാനം എല്ലാവർക്കും. ഓക്കെ, അപ്പം ഏതെങ്കിലും ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഇങ്ങനെ പറയാണ്, ആ ലുട്ടാപ്പി ഭയങ്കര മിടുക്കനാണ് കേട്ടോ, അല്ലെങ്കിൽ ഡാങ്കിനി ഭയങ്കര മിടുക്കിയാണ് കേട്ടോ എന്നിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താവും? എന്റെ കാമുകനെ കുറിച്ചല്ല പറയണേ, അഭിമാനം. അപ്പം ഇങ്ങനെ എന്ത് ചെയ്യും? കാമുകന്റെ അല്ലെങ്കിൽ കാമുകിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു അഭിമാനമായിരിക്കും പ്രേമിച്ച് നടക്കുന്ന കാലത്തില്ലേ. എന്നാൽ കുറെ കാലം കഴിഞ്ഞിട്ട് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാലോ, പേരിന് കേട്ടാ ഇന്നത്തെ മൂട് മൊത്തം പോയി നശിപ്പിച്ച് ആ ചെങ്ങായിന്റെ പേരും കേട്ട് ഇനിയിപ്പം ഇന്നത്തെ ദിവസം പോയി എന്നറിയും. ഇതാണ് റിയാലിറ്റി അല്ലെ, ഇതാണ് സംഭവം. അതായത് ആദ്യമൊക്കെ നമുക്ക് അല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് ഇഷ്ടം തോന്നിയാൽ അതേ സാധനം തന്നെ മറ്റൊരു ദിവസം നമുക്ക് എന്തായിട്ട് മാറും? ബോറടിയായിട്ട് മാറും അല്ലെ. അതാണ് ഇനി കവിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോണത്. ഇവിടെ നോക്ക്, ദ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സ്റ്റാൻസയിൽ എന്താണ് സംഭവിച്ചത്? ഏതോ ഒരുത്തൻ നമ്മുടെ കവിയുടെ എവളല്ല ലവറുടെ പേരൊന്നും മെൻഷൻ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് എന്തൊക്കെ തോന്നിയില്ലേ? റോസാപ്പൂ, നല്ല സുഗന്ധപൂരിതമായിട്ടുള്ള റോസാപ്പൂ അവളുടെ റൂമിലേക്ക് എടുത്തെറിഞ്ഞ പോലെയൊക്കെയാണ് അവർക്ക് തോന്നിയത് അല്ലെ. പക്ഷേ അടുത്ത ദിവസം എന്താ സംഭവിക്കുന്നത് നോക്ക്, ദോ യു ആർ ഹിയർ വിത്ത് മീ, നീ ഇവിടെ എന്റെ കൂടെ ഉണ്ട്. ഇവിടെ എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ എഴുത്തുകാരിയുടെ കവിയുടെ റൂമില്. ഈ സായിപ്പന്മാരൊക്കെ എങ്ങനെയാണ് കേട്ടോ, പ്രേമിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം വീട്ടിൽ കയറ്റി കാണും, അല്ലെ റൂം കയറ്റി കാണും അല്ലെ. അത് നോക്കണം, നമ്മൾ നോക്കേണ്ടത് ഓരോ സംഭവമാണ്. അപ്പൊ എന്തായാലും എന്താണ് ഇവിടെ നമ്മുടെ കവി പറയാണ്, അടുത്ത ദിവസം മൂപ്പര് ഈ ലവർ ആരെ കൂടെ ഉണ്ട്? നമ്മുടെ കവിയുടെ കൂടെ ഉണ്ട്. അപ്പൊ കവിക്ക് റോസാപ്പൂ, നേരത്തെ ഒരു റോസാപ്പൂ വീണ പോലെ തോന്നിയത്, ഇപ്പൊ ശരിക്കും കവിക്ക് തോന്നേണ്ടത് എന്താണ്? ഒരു റോസാപ്പൂവിന്റെ കോട്ട അല്ലെങ്കിൽ ഒരു പൂന്തോട്ടം മൊത്തം മേലേക്ക് വീണ മാതിരി തോന്നണ്ടേ? പക്ഷെ നമ്മുടെ കവിക്ക് എന്താ തോന്നുന്നത് നോക്കിട്ടോ. എന്താ തോന്നുന്നത്? ഐ കാണ്ട് ഹെൽപ്പ് ലുക്കിംഗ് അറ്റ് ദ ക്ലോക്ക്, എനിക്ക് ക്ലോക്കിലേക്ക് നോക്കാതിരിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും നമ്മൾ ക്ലോക്കിലേക്ക് നോക്കുക? ബോറടിക്കുമ്പോഴല്ലടാ അല്ലേ, നല്ല ബോറടിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ക്ലോക്കിലേക്ക് നോക്കിയിട്ട് ഈ പണ്ടാറക്കാരൻ പോകാനായിട്ടില്ലേ, അടുത്ത് കിടക്കുന്നുണ്ട്. ഇന്നലെ റോസാപ്പൂ ഒക്കെ വന്ന് പറഞ്ഞ പാവം മനുഷ്യനാണ്. ആ മനുഷ്യനെ നോക്കിയിട്ട് അടുത്ത് കിടന്നിട്ട് പറയണത് ടൈം നോക്കിങ്ങാണ്ട് ഇയാൾക്ക് പോകാനുള്ള ടൈം ആയിട്ടില്ലേ, ഞാനപ്പോ ഇങ്ങനെ ഒഴിവാക്കുക. ഇതാണ് ഇപ്പൊ കവിയുടെ മൂഡ്. അതായത് കവി ആകെ റെസ്റ്റ്ലെസ് ആയിട്ട്, ആകെ ഒരു ഇറിറ്റേറ്റഡ് ആയിട്ട് നിൽക്കണം അയാളുടെ പ്രസൻസിൽ അല്ലേ. ഇതേ നോക്കി കവിയുടെ മനസ്സിൽ തോന്നുന്ന ചിന്തകൾ എന്താ? എറോസ് വാട്ട് കുഡ് ബി ദാറ്റ് ബി? എന്താണത്? റോസാപ്പൂ എന്താണത്? ഇതെന്താ? ഈസ് ഇറ്റ് എ ഫ്ലവർ ഓർ എ റോക്ക്? ഇന്നലെ എന്റെ ചെവിയിലേക്ക് എന്തോ ഒരു സാധനം, അവന്റെ പേര് കേട്ടപ്പോ എന്റെ റൂമിലേക്ക് എന്തോ ഒരു സാധനം എറിയപ്പെട്ടതായിട്ട് തോന്നിയിരുന്നല്ലോ, അത് റോസാപ്പൂ ആണോ? ഇനി അത് കല്ലാണോ?
നല്ല തേപ്പുകാരിയാണ് അല്ലേ, സാധാരണ ഇങ്ങനെ തന്നെയാണ് സംഭവിക്കാറുള്ളത്. സോ ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര കാര്യവും പിന്നെ പതുക്കെ എന്ത് ചെയ്യും മാറും. അപ്പൊ നമ്മുടെ ഇമോഷൻസ് നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ പറഞ്ഞു, ഇവിടെ കിസിന്റെ കാര്യം പറഞ്ഞ മാതിരി തന്നെയാണ് ഇവിടെ റോസിന്റെ കാര്യം പറഞ്ഞത്. നമ്മുടെ ഇമോഷൻസ് എന്താവും, ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. എപ്പോഴും നമ്മുടെ മൂഡ് ഒരുപോലെയാവില്ല. അപ്പൊ അതാണ് പറഞ്ഞത്, ഒരിക്കൽ നഷ്ടപ്പെട്ടത് പിന്നെ തിരിച്ചിട്ടില്ല. നോക്കിയാ ഇവിടെ ആ ഒരു സുഖം, അവളെ അന്ന് അനുഭവിച്ച ആ ഒരു സുഖം, ആ പേര് കേട്ടപ്പോൾ കിട്ടിയ സുഖം, അതേപോലെ ഇവിടെ ആദ്യത്തെ ചുംബനം കിട്ടിയപ്പോൾ ആ സുഖം, അതൊന്നും പിന്നീട് എന്ത് ചെയ്തിട്ടില്ല, തിരിച്ചു കിട്ടിയിട്ടില്ല. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. അത് നിങ്ങൾക്ക് ലൈഫിൽ മനസ്സിലാവും. നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് കാര്യത്തിൽ മനസ്സിലായിട്ടുണ്ടാവും, അതുപോലെ ഇനിയും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് എപ്പോഴാണോ നമുക്കൊരു സുഖം കിട്ടുന്നത്, സന്തോഷം കിട്ടുന്നത്, അതങ്ങോട്ട് അടിച്ചു പൊളിക്കുക. അത് പിന്നെ കിട്ടൂല, അത് ഉറപ്പാണ്. ഓക്കെ, ഇപ്പൊ സ്കൂളിലൊക്കെ ചിലപ്പോൾ ടൂർ പോകാനൊക്കെ വിളിക്കില്ലേ, ട്യൂഷൻ സെന്ററിലൊക്കെ, അന്നേരം പോവുക. അല്ലാതെ പിന്നെ അടുത്ത കൊല്ലം പോകാനെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അത് വേറെ മറ്റേ വീട്ടുകാരെ കൂടെ പോകാനൊക്കെ പറഞ്ഞുകൊണ്ട് മാറ്റി വെക്കുന്നവർ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, അടുത്ത കൊല്ലം പോകുന്നത് അടുത്ത കൊല്ലത്തതാണ്, ഇക്കൊല്ലം പോകുന്നതാണ് ഇക്കൊല്ലത്തത്. അതായത് ഓരോന്നിനും അതിൻ്റെതായ എന്തുണ്ട്, സന്തോഷങ്ങളുണ്ട്, അതിൻ്റെതായിട്ടുള്ള സമയങ്ങളുണ്ട്. അപ്പോൾ ഓരോ മൊമെന്റും നമുക്ക് എന്ത് ചെയ്യാനുള്ളതാ, ആസ്വദിക്കാനുള്ളതാ. ഞാൻ വെറുതെ പറഞ്ഞാൽ ഇനിയിപ്പോ അവിടെ പോയിട്ട് പേരെ പോയിട്ട് കച്ചറ ഉണ്ടാക്കണ്ട, ടൂർ പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്തെങ്കിലും ഞാൻ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളൂ. സോ അവിടെ ശ്രദ്ധിക്ക്. എന്താ അടുത്ത ലാസ്റ്റത്തെ 2 സ്റ്റാൻസകളാണ്. ഇതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ കവിത കഴിഞ്ഞു. ഈ 2 സ്റ്റാൻസയിൽ കവി തന്റെ മെസ്സേജ്, താൻ എന്താ ഈ കവിതയിലൂടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് പറഞ്ഞു തരാണ്. ഇപ്പൊ പറഞ്ഞല്ലെന്ത്, സമയം ആരെയും കാത്തു നിൽക്കൂല, അതേപോലെ ഒരിക്കൽ സംഭവിച്ച കാര്യങ്ങളൊന്നും നമ്മുടെ ലൈഫിൽ അതേപോലെ പിന്നീട് സംഭവിക്കില്ല എന്നൊക്കെ കവി പറഞ്ഞല്ലോ. ഇവിടെ പറയുന്നത് പറഞ്ഞു, വൈ ഡു വി ട്രീറ്റ് ദ ഫ്ലീറ്റിംഗ് ഡേ വിത്ത് സോ മച്ച് നീഡ്ലെസ് ഫിയർ ആൻഡ് സോരോ. ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. ഇതിന് ഉത്തരം ഇവിടെ തന്നിട്ടില്ല. ഇങ്ങനെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് നമ്മൾ റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്നാണ് പറയാ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണ്ടിട്ടോ നിങ്ങൾക്ക്. ഇതിൽ അപ്രീസിയേഷൻ ചെയ്ത റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ, ഇങ്ങനെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്കാണ് റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയാം. സോ ഈ ചോദ്യത്തിന്റെ അർത്ഥം എന്താണ്, വൈ ഡു വി ട്രീറ്റ്, എന്തിനാ നമ്മൾ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് ആരെ, ദ ഫ്ലീറ്റിംഗ് ഡേ. ഫ്ലീറ്റിംഗ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡേ എന്ന് പറഞ്ഞ ദിവസം, ഫ്ലീറ്റിംഗ് ഡേ എന്ന് പറഞ്ഞാൽ ക്ഷണികമായ ദിവസം, അതായത് പെട്ടെന്ന് ഇല്ലാതാകുന്ന. പെട്ടെന്ന് ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ നേരത്തെ തന്നെ പറഞ്ഞില്ലേ, ഈ ദിവസം അങ്ങനെ കുറെ ദിവസം കുറെ നേരം നിൽക്കുവോ, ഇല്ല. ഇന്ന് അത് കുറച്ച് കഴിഞ്ഞാൽ നാളെ ആയിട്ട് മാറും അല്ലെ. അതേപോലെ അടുത്ത ദിവസം വരും, അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം വരും. അപ്പോ ഇങ്ങനെ പെട്ടെന്ന് ഇല്ലാതാകുന്ന ഈ ക്ഷണികമായ, വെറും ക്ഷണികമായിട്ടുള്ള ഈ ഒരു ദിവസത്തെ നമ്മൾ എന്തിനാ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്, എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്, ഇതാ വിത്ത് മച്ച് നീഡ്ലെസ് ഫിയർ ആൻഡ് സോരോ. ഒരുപാട് അനാവശ്യമായ പേടിയോടും അതേപോലെ സങ്കടത്തോടും കൂടിയിട്ട് ചില ആളുകൾക്ക് അങ്ങനെ രാവിലെ കണ്ട് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ, അയ്യോ ഇന്നത്തെ ദിവസം പോക്കാണ്, ഇന്നിപ്പോ ഓഫീസിൽ ആ പെണ്ണുപിള്ള വരും, അല്ലെങ്കിൽ ആ മാനേജർ വരും, അതോടെ എന്റെ കാര്യം പോക്കാണ്. അല്ലെങ്കിൽ എന്താണ്, അയ്യോ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ പോക്കാലോ, ഫസ്റ്റ് പീരീഡ് തന്നെ മാത്സ് ആണല്ലോ, ഹോംവർക്ക് ചെയ്യാനുണ്ടല്ലോ. ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് വെറുതെ നമ്മൾ പേടിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യും. നേരെ മറിച്ച് നമ്മൾ അന്നത്തെ എന്തെങ്കിലും പോസിറ്റീവ് കാര്യങ്ങൾ ഓർത്തിട്ട് ഉള്ള സമയം ആനന്ദിച്ചുകൂടെ അല്ലെ. അപ്പം അതാണ് ഇവിടെ പറഞ്ഞത്, നമ്മുടെ കവി പറഞ്ഞത്, എന്തിനാണ് നമ്മളിങ്ങനെ ഈ കഴിഞ്ഞ് പെട്ടെന്ന് ഇല്ലാതാകുന്ന ഓരോ ദിവസത്തെയും നമ്മൾ എന്തിനാണ് ഇങ്ങനെ നഷ്ടപ്പെടുന്നത്, വെറുതെ പേടിച്ചിട്ടും അതേപോലെ തന്നെ അതിനെ സങ്കടത്തോടെ നോക്കി കണ്ടിട്ട് നമ്മൾ എന്തിനാണ് ഈ ഒരു ചത്തുപോകുന്ന ദിവസം അല്ലെ, അതായത് ക്ഷണികമായ ദിവസത്തെ കുറിച്ച് ഓർത്തിട്ട് ഇങ്ങനെ നിരാശനാവുന്നത്, എന്തിനാ നമ്മൾ ഇങ്ങനെ ദിവസത്തെ ട്രീറ്റ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. എന്നിട്ട് പറയണത്, ഇറ്റ് ഈസ് ഇൻ ഇറ്റ്സ് നേച്ചർ, അത് അതിന്റെ സ്വഭാവത്തിലുള്ളതാണെന്ന്. ആരുടെ, ഇറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡേയുടെ. ഓക്കെ, ഈ ഡേ ആണ് ഇവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. അതായത് അത് ഈ ദിവസത്തിന്റെ ഒരു സ്വഭാവമാണ്. എന്ത്, നോട്ട് ടു സ്റ്റേ, തങ്ങി നിൽക്കാതിരിക്കുക എന്നുള്ളത്. അതായത് നിങ്ങൾ ഇപ്പൊ എത്ര പിടിച്ചു നിർത്താൻ നോക്കിയിട്ടും കാര്യമില്ല, ദിവസം എന്ത് ചെയ്യും, അത് പോയിക്കൊണ്ടേയിരിക്കും, അത് എവിടെയും സ്റ്റേ ചെയ്യില്ല. അതാണ് സമയത്തിന്റെ ദിവസത്തിന്റെ ഒക്കെ പ്രശ്നം. സമയമൊന്നും എവിടെയും കാത്തുക്കൂല, നമുക്ക് പിടിച്ചിർത്താനോ ബാക്കോട്ട് കൊണ്ടുവരാനോ ഒന്നും കഴിയില്ല. ടൈം മെഷീനൊന്നും നമ്മളെ കയ്യിലില്ലല്ലോ. അപ്പം ഇവിടെ പറഞ്ഞ നേച്ചർ എന്ന് പറഞ്ഞാൽ സ്വഭാവം അല്ലെ. അപ്പം ഇറ്റ് ഈസ് ഇൻ ഇറ്റ്സ് നേച്ചർ, അത് അതിന്റെ പ്രകൃതത്തിൽ, അതിന്റെ സ്വഭാവത്തിലുള്ളതാണ്. അതായത് ഈ ഒരു ദിവസത്തിന്റെ സ്വഭാവത്തിലുള്ളതാണ് നോട്ട് സ്റ്റേ ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു വൃത്തികെട്ട സ്വഭാവം അല്ലെ. എവിടെയും തങ്ങൂല, ആരും എന്ത് ബിരിയാണി വിളമ്പിയാലും ശരി, സമയം ആരെയും കാത്തുക്കൂല അല്ലെ. ഇതെന്താ, ടുഡേ ഈസ് ഓൾവേസ് ഗോൺ ടുമോറോ, ഇന്ന് എന്തായാലും പോകും, എന്നിട്ടെന്താവും, നാളെയാവും അല്ലെ. അപ്പം ഒരിക്കലും എന്തില്ല, ഒരു ദിവസവും തങ്ങി നിൽക്കൂല, അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ദിവസത്തെ കുറിച്ച് ഓർത്ത് വെറുതെ നമ്മൾ നമ്മുടെ ജീവിതം പഴക്കണോ, വേണ്ട, ഉള്ള സമയം ആനന്ദിക്കി. അതാണ് നമ്മുടെ കവി ഉദ്ദേശിച്ചത്. ഇനി ലാസ്റ്റ് നമ്മളെ മനുഷ്യന്മാരുടെയൊക്കെ വേറൊരു മെസ്സേജും കൂടി തരുന്നുണ്ട്. എന്താ, വിത്ത് സ്മൈൽസ് ആൻഡ് കിസസ് വി പ്രിഫർ ടു സീക്ക് അക്കോർഡ് ബിനീത്ത് അവർ സ്റ്റാർ ഓൾദോ വി ആർ ഡിഫറൻറ്റ് ജസ്റ്റ് ആസ് 2 drops ഓഫ് വാട്ടർ ആണ്. ഇതെല്ലാത്തിനും കൂടി ഒറ്റ മീനിങ് ആണ്. അതാണ് ഞാൻ ഒന്നിച്ച് വായിച്ചത്. എന്നാലും ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. അതായത് ഇവിടെ
സ്റ്റാർ എന്ന് ഉദ്ദേശിച്ചത് നക്ഷത്രം എന്നാണ്. പക്ഷെ ബിനീത്ത് അവർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ, അവർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നക്ഷത്രം അല്ലെ, ബിനീത്ത് പറഞ്ഞാൽ താഴെ, നമ്മുടെ നക്ഷത്രത്തിന് താഴെ. നമ്മുടെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. ഭൂമിക്ക് ഒരൊറ്റ നക്ഷത്രം ഏതാ? സൂര്യൻ. അപ്പം എന്താണ് നമ്മുടെ നക്ഷത്രത്തിന് താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യന്റെ താഴെ നമ്മുടെ ഭൂമിയല്ലേ. അപ്പം ഈ ബിനീത്ത് അവർ സ്റ്റാർ എന്ന് ഉദ്ദേശിച്ചത് എർത്തിനെയാണ്. ഓക്കെ, അപ്പം ഈ ഭൂമിയിൽ അതായത് എർത്തില് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മള് എന്താ പുഞ്ചിരികളോടും അതേപോലെ ചുംബനങ്ങളോടും കൂടി പ്രിഫർ ചെയ്യുന്നുണ്ട്, തെരഞ്ഞെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്തിന്? ടു സീക്ക് അക്കോർഡ്. അക്കോർഡ് ചെയ്യാൻ എന്താ? പരസ്പരം ഒത്തൊരുമയോടെ നിൽക്കുക, അല്ലെങ്കിൽ സഹകരിക്കുക, അല്ലെ ഹാർമണി എന്നൊക്കെ പറയും. അപ്പോൾ സഹകരിച്ച് ജീവിക്കാൻ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഈ ഭൂമിയിൽ സ്നേഹത്തോട് കൂടിയിട്ട്, അതാണ് ഇവിടെ കിസസ് ആൻഡ് സ്മൈൽസ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തോട് കൂടി അല്ലെ, പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ഇങ്ങനെ ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഓൾദോ, ഇവിടെ കണ്ടോ, ഓൾദോ എങ്ങനെയാണെങ്കിലും, എങ്കിലും എന്ന് പറഞ്ഞത് എന്ത്? വി ആർ ഡിഫറെന്റ്, നമ്മൾ വ്യത്യസ്തരാണെങ്കിലും. ശരിയല്ലേ? നമ്മൾ മനുഷ്യന്മാർ ഓരോരുത്തരും വ്യത്യസ്തരാണല്ല. അതായത് ഒരു വീട്ടില് ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പൊ കല്യാണം കഴിച്ച് വരുന്നവരാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ്, ഭാര്യ വേറൊരു വീട്ടിൽ നിന്ന് വരുന്നതാണ്, ഭർത്താവ് വേറൊരു വീട്ടിലുള്ളതാണ്, രണ്ടുപേര് പ്രസവിച്ചതാണ് അല്ലെ. അതേപോലെ തന്നെ രണ്ട് കുടുംബ പശ്ചാത്തലത്തിൽ വന്നാണ്. പക്ഷെ എന്നിട്ടും രണ്ടുപേരും ഒന്നാവുന്നില്ലേ? രണ്ടുപേർക്കും വ്യത്യസ്ത ടേസ്റ്റുകളായിരിക്കും, ഭക്ഷണത്തിലും മറ്റിലും ഡ്രസ് കോഡിലും ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. എന്നിട്ടും അവർ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നില്ലേ? ഇതിനാണ് ലോകത്ത് മൊത്തം സംഭവിക്കുന്നത്. നിങ്ങളുടെ കൂട്ടുകാർക്കിടയിലും അങ്ങനെ തന്നെയല്ലേ? സ്കൂളിലേക്ക് പല ഭാഗത്തുനിന്നും ആൾക്കാർ വരുന്നു, പല മതങ്ങളിൽപ്പെട്ടവര്, പല ജാതിയിൽപ്പെട്ടവര്, പല സാമ്പത്തിക സ്ഥിതിയിൽപ്പെട്ടവര്. എന്നിട്ടും നമ്മളെല്ലാവരും ഒന്നാവുന്നില്ലേ? നമ്മുടെ പരിമിതികളൊക്കെ നമ്മൾ മറികടന്ന് ആ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് നമ്മളെല്ലാവരെയും ചേർത്ത് പിടിക്കുന്നില്ലേ? ഇത്രയുള്ള കാര്യം. ഇവിടെ എന്താ പറഞ്ഞത്? നമ്മൾ വ്യത്യസ്തരാണെങ്കിലും, എന്നിട്ട് പറയാണ് വി കോൺകർ. അത് നമ്മൾ സമ്മതിക്കുന്നുണ്ട്. കോൺകർ ചെയ്യാൻ എന്താണ്? അഗ്രി ചെയ്യാന്ന് പറയും, സമ്മതിക്കുക. അപ്പൊ അത് നമ്മൾ സമ്മതിക്കുന്ന കാര്യമാണ് നമ്മൾ വ്യത്യസ്തരാണെന്നുള്ളത്. എങ്ങനെയാണ് ആ വ്യത്യാസം? ഇവിടെ ഒരു സിമിലിയിലൂടെ, ഈ ലൈക്ക് ഗ്യാസ് ഒക്കെ ഉപയോഗിച്ച് കമ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ സിമിലി എന്ന് പറയുന്നത്. ഇവിടെ ഒരു സിമിലി ഉപയോഗിച്ചിട്ടുണ്ട്. ആ സിമിലിയിലൂടെയാണ് നമ്മുടെ വ്യത്യാസത്തെ ഇവിടെ കമ്പയർ ചെയ്യുന്നത്. എന്താ പറഞ്ഞത്? ജസ്റ്റ് ആസ് 2 drops of water are, 2 തുള്ളി വെള്ളത്തെ പോലെയെന്ന്. വെള്ളത്തിന്റെ തുള്ളികൾ 2 എണ്ണം, 2 വെള്ളത്തിന്റെ തുള്ളികൾ ഇങ്ങനെ താഴേക്ക് വരാന്ന് വിചാരിക്കും. ആ 2 വെള്ളത്തിന്റെ തുള്ളികളും വ്യത്യസ്തമാണ്. അവർക്ക് 2 പേർക്കും ഫ്രീഡം ഉണ്ട് അല്ലെ. അതേപോലെ തന്നെ 2 വെള്ളത്തിന്റെ വ്യത്യസ്തമായ തുള്ളികൾ പോലെ തന്നെ സ്വാഭാവികമായിട്ടും ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. പക്ഷെ അങ്ങനെ വ്യത്യസ്തരാണെങ്കിൽ പോലും ഈ ഭൂമിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പുഞ്ചിരികളും അതേപോലെ ചുംബനങ്ങളോടെയും കൂടിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ആ പരസ്പരം സഹകരിച്ച് ജീവിക്കാൻ, ഒത്തൊരുമയോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു എന്നാണ് കവി പറയുന്നത്. അപ്പൊ നമ്മുടെ കവി ആവശ്യപ്പെടുന്നു അത് തന്നെയാണ്. എന്ത്? എല്ലാവരും സ്നേഹത്തോടെയുള്ള സമയം എന്ത് ചെയ്യുക? അടിച്ചു പൊളിച്ച് ജീവിക്കുക, ചുമ്മാ തമ്മിലടിക്കാതെ ജീവിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മക്കളെ, കവിത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ ഒരു കവിതയുടെ അപ്രീസിയേഷൻ, അതേപോലെ ഇതൊന്നും വരാൻ സാധ്യതയുള്ള 1 word ക്വസ്റ്റ്യൻസ്, ഒരുപാട് 1 word ക്വസ്റ്റ്യൻസ് സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മളിതിൽ കുറച്ച് ഒരു സിമിലി, അതേപോലെ തന്നെ കുറച്ച് റൈം സ്കീം, റൈം വേർഡ്സ്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളെ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഇത് കൂടാതെ ഇതിൽ ഒരുപാട് വിഷ്വൽ ഇമേജറി, അതേപോലെ ഒൾഫാക്ടറി ഇമേജറി, ഓഡിറ്ററി ഇമേജറി, ഇങ്ങനെയുള്ള കുറെ ഇമേജറികൾ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ അലിട്രേഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്. ഇതെല്ലാം നമ്മൾ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ ചെയ്യുമായിരിക്കും. അപ്പം അതുവരെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.